അങ്ങനെ ഇപ്പോൾ ബോധം വന്ന് എഴുന്നേറ്റ ഫാൽക്കൺ ആണെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഫൈറ്റിനെ പറ്റിയെല്ലാം അറിഞ്ഞിട്ട് ക്യാപ്റ്റനെയും ബാക്കിയുള്ളവരെയും സഹായിക്കുവാനായി തൻ്റെ സ്യൂട്ട് അഥവാ ആർമറൊക്കെ ധരിച്ച് ക്യാപ്റ്റൻ്റെ അടുത്തേക്ക് പോകുവാൻ ഇപ്പോൾ ഫാൽക്കൺ തുടങ്ങുകയാണ്. ടോണി സ്റ്റാർക്ക് ഓരോന്ന് പറഞ്ഞ് ആദ്യമൊക്കെ ഫാൽക്കണിനെ തടയുവാൻ നോക്കിയെങ്കിലും എത്ര പറഞ്ഞാലും ഫാൽക്കൺ ക്യാപ്റ്റൻ്റെ അടുത്തേക്ക് പോകുമെന്ന് മനസ്സിലായ ടോണി സ്റ്റാർക്ക് അപ്പോൾ തന്നെ താൻ ഫാൽക്കണിന് വേണ്ടി പുതുതായി നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ഒരു പുതിയ സ്യൂട്ട് അഥവാ ആർമർ ഫാൽക്കണിന് നൽകുകയാണ്. മാത്രമല്ല, നീ അവിടെ ചെന്ന് ക്യാപ്റ്റൻ അമേരിക്കയോടും ബാക്കിയുള്ളവരോടും ഒരിക്കലും ടെസറാക്റ്റ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റെഡ് സ്കളിൻ്റെ ആ ഡിവൈസ് നശിപ്പിക്കുവാൻ നോക്കരുതെന്ന് താൻ പറഞ്ഞുവെന്ന് പറയണമെന്ന് ഫാൽക്കണിനോട് ടോണി സ്റ്റാർക്ക് പറഞ്ഞ് ഏൽപ്പിക്കുന്നുമുണ്ട്. അന്നേരം തന്നെ നീ എന്തുകൊണ്ടാണ് അയൺമാനായി മാറി അങ്ങോട്ടേക്ക് തൻ്റെ കൂടെ വരാത്തതെന്ന് ഫാൽക്കൺ ടോണി സ്റ്റാർക്കിനോട് ചോദിച്ചതും താൻ കാരണമാണ് അന്ന് നിനക്ക് ഈ അപകടം സംഭവിച്ചതെന്നും ആ ഒരു കുറ്റബോധം തൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടെന്നും അതുകൊണ്ട് താൻ ഇവിടെ നിന്നുകൊണ്ട് റെഡ് സ്കളിൻ്റെ ശരിക്കുമുള്ള പ്ലാൻ എന്താണെന്ന് കണ്ടുപിടിച്ചോളാമെന്ന് ടോണി സ്റ്റാർക്ക് ഫാൽക്കണിനോട് പറയുകയാണ്. അന്നേരം തന്നെ എനിക്ക് സംഭവിച്ച അപകടത്തിന് നീ ഒരിക്കലും കുറ്റക്കാരനൊന്നുമല്ല എന്ന് ഫാൽക്കൺ ടോണി സ്റ്റാർക്കിനോട് പറയുകയാണ്.